പീസ് ആൻഡ് ജോയ്. അസീസിലെ വിശുദ്ധ ഫ്രാൻസിസിൻ്റെ കൂടെയുള്ള സഹോദരങ്ങളുടെയും ഏറ്റവും സന്തോഷം നിറഞ്ഞ ജീവിതം കണ്ടപ്പോൾ അനേകർ അവരുടെ കൂടെ ചേരുവാൻ തുടങ്ങി. അങ്ങനെ ഒത്തിരി പ്രഗത്ഭരും പ്രശസ്തരും വിശുദ്ധരും പല രീതിയിൽ ദൈവഹിതം നിറവേറ്റുന്നവരുമായിട്ടുള്ള അനേകം സഹോദരങ്ങൾ ആ കാലഘട്ടത്തിൽ ഫ്രാൻസിസിൻ്റെ നിസാര സന്യാസ സഹോദര്യത്തിലേക്ക് എത്തിച്ചേർന്നു. അവരൊക്കെ പല രീതിയിൽ തിരുസഭയ്ക്കും സ്വർഗത്തിനും ഒക്കെ അഭിമാനകരമായിട്ടുള്ള ജീവിതം നയിച്ചവരാണ്. അങ്ങനെ ഉള്ള ഒരു സഹോദരൻ്റെ സന്യാസ സഭാ പ്രവേശനം വളരെ വിചിത്രമായ ഒരു അനുഭവത്തിലൂടെയാണ് സംഭവിച്ചത്. അദ്ദേഹത്തിൻ്റെ പേരാണ് ജോൺ പരേന്തി. ജോൺ പരേന്തി ബൊളോഞ്ഞ യൂണിവേഴ്സിറ്റിയിൽ നിന്നും വലിയ പ്രശസ്തമായ രീതിയിൽ ബിരുദം ഒക്കെ സമ്പാദിച്ച് പ്രശസ്തമായ രീതിയിൽ പഠനം പൂർത്തിയാക്കി, നിയമപഠനം ഒക്കെ പൂർത്തിയാക്കി കസ്തലീന എന്ന നഗരത്തിലെ ഒരു ജഡ്ജിയായിട്ട് സേവനം ചെയ്യുവാൻ ആരംഭിച്ചു. അദ്ദേഹം വളരെ പ്രഗത്ഭനായിട്ടുള്ള ജഡ്ജിയായിരുന്നു. അങ്ങനെ ഇരിക്കെ ഒരു അവധിക്കാലത്ത് അദ്ദേഹം ഉല്ലാസയാത്രയിലായിരിക്കുമ്പോൾ ഒരു ഗ്രാമപ്രദേശത്തുകൂടി കടന്നു പോകാൻ ഇടയായി. അവിടെ പന്നികളെ മേയ്ക്കുന്ന ഒരു മനുഷ്യനെ കണ്ടു. അനേകം പന്നികൾ അദ്ദേഹം ഒരു കൂടിനുള്ളിലേക്ക് കയറ്റാനായിട്ട് നോക്കിയാണ്. വളരെ വിശാലമായ കല്ലുകൾ കൊണ്ട് ഉണ്ടാക്കിയ കൂടാണ്. പക്ഷെ അതിൻ്റെ ആ കവാടത്തിൽ വെച്ച് ഈ പന്നികളെല്ലാം തിക്കും തിരക്കും കൂട്ടി ആ കവാടത്തിൽ തിങ്ങി ഞെരുങ്ങി നിൽക്കുകയാണ്. വളരെ കഷ്ടപ്പെട്ടാണ് ഈ കർഷകനായിട്ടുള്ള ഈ മനുഷ്യൻ, ഈ പന്നിനോട്ടക്കാരൻ ഈ പന്നിയെ അകത്ത് പ്രവേശിപ്പിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ കഷ്ടപ്പാട് കണ്ടപ്പോൾ ആ വഴി ഉല്ലാസയാത്രയ്ക്കായിട്ട് വന്ന ജോൺ പരേന്തി ഇപ്രകാരം പറഞ്ഞു, അങ്ങ് ഈ പന്നികളെ കൊണ്ട് വളരെ കഷ്ടപ്പെടുകയാണല്ലേ. ഉടനെ ആ കർഷകൻ അല്പം പുഞ്ചിരിയോടുകൂടി ഈ മനുഷ്യൻ ആരാണെന്ന് മനസ്സിലാക്കാതെ പറഞ്ഞു, നരകത്തിൻ്റെ ഉള്ളിൽ സ്ഥലം തികയുക ഇല്ല എന്ന് കരുതി ജഡ്ജിമാർ നരകവാതിൽക്കൽ തിക്കും തിരക്കും കൂട്ടുന്നത് പോലെയാണ് ഈ പന്നികൾ ഈ കവാടത്തിങ്കൽ കിടന്ന് തിക്കും തിരക്കും കൂട്ടുന്നത്. വലിയ ഒരു ശക്തമായ ഒരു ദൈവിക ഇടപെടൽ പോലെ ഈ ജോൺ പരേന്തിക്ക് അത് അനുഭവപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ വലിയ ഷോക്കേറ്റതുപോലെ, ഇടിമിന്നലേറ്റതുപോലെ പരിഭ്രമിക്കാൻ തുടങ്ങി. ഒരു നിസാരനായിട്ടുള്ള ഈ പന്നിനോട്ടക്കാരന് പോലും അറിയാം ജഡ്ജിമാർ വലിയ ആവേശത്തോടുകൂടി നരകത്തിനർഹമായിട്ടുള്ള ഒരു ജീവിതം നയിക്കുന്ന ഒരവസ്ഥയിലാണെന്ന്. ജഡ്ജി എന്ന ഈ ഒരു മഹത്തായ പദവി എനിക്കുണ്ടെങ്കിലും എൻ്റെ ആത്മാവ് നഷ്ടമായാൽ എന്താണ് പ്രയോജനം? ജോൺ പരേന്തിയുടെ മനസ്സിൽ ഈ കർഷകൻ്റെ ശബ്ദം മുഴങ്ങിക്കൊണ്ടേയിരുന്നു. അദ്ദേഹം വീണ്ടും ഒന്നും കൂടെ ഓർത്തു, നരകത്തിലേക്ക് സ്ഥലം തികയുക ഇല്ല എന്ന് കരുതി ജഡ്ജിമാർ വാതിൽക്കൽ ഇടിച്ചു കയറുന്നത് പോലെയാണ് ഈ പന്നികൾ വിശാലമായ കൂട്ടിലേക്ക് സാവകാശം പ്രവേശിക്കുന്നതിന് പകരം ഇടിച്ചു ഞെരുക്കി കയറുന്നത്. അദ്ദേഹത്തിന് രാത്രി ഉറങ്ങാനായിട്ടായില്ല. അദ്ദേഹം പെട്ടെന്ന് തന്നെ രാവിലെ ഒരു തീരുമാനമെടുത്തു, എനിക്ക് ഈ ലോകം മുഴുവൻ നേടിയാലും എൻ്റെ ആത്മാവ് നഷ്ടമായാൽ എന്താണ് പ്രയോജനം? അതുകൊണ്ട് എത്രയും പെട്ടെന്ന് എല്ലാം ഉപേക്ഷിച്ച് നിസാര സഹോദരന്മാരുടെ സഭയിൽ എനിക്ക് ചേരണം. അങ്ങനെ അന്ന് ഫ്ലോറൻസിൽ ഉണ്ടായിരുന്ന ഫ്രാൻസിസിന് അടുക്കിലേക്ക് ജോൺ പരേന്തി ചെല്ലുകയും അത്രമാത്രം ബഹുമാനിക്കപ്പെടുന്ന പദവി ഉണ്ടായിട്ടും ഒരു നിസ്സാര സഹോദരനായിട്ട് തീരുവാൻ തക്കവിധം അദ്ദേഹത്തിൻ്റെ ഹൃദയം തുറക്കപ്പെടുകയാണ്. പ്രിയമുള്ളവരെ, പലപ്പോഴും നമ്മളൊക്കെ നമ്മുടെ ബുദ്ധി കൊണ്ടും യുക്തി കൊണ്ടും ഒക്കെ ദൈവിക പ്രചോദനത്തെ വിലയിരുത്താറുണ്ട്. അത് ശരിയായിട്ടുള്ളതാണോ എന്ന ചിന്ത കൊണ്ട് നമ്മൾ സ്വയം പ്രതിരോധിക്കാറുണ്ട്. അതൊരു പക്ഷേ തെറ്റുപറ്റുന്ന ഒരു ചിന്താഗതി അല്ലേ എന്ന് കരുതി നമ്മൾ പലപ്പോഴും സ്വയം ആശ്വാസം കണ്ടെത്താറുണ്ട്. എന്നാൽ ദൈവിക സ്വരത്തിന് മുമ്പിൽ പ്രതിരോധം തീർക്കാതെ സ്വയം സമർപ്പിച്ചവരാണ് വിശുദ്ധരായി തീർന്നിട്ടുള്ളത്. ജോൺ പരേന്തി ദൈവിക പ്രചോദനത്തിന് മുമ്പിൽ പ്രതിരോധം തീർത്തില്ല. അദ്ദേഹം ക്രിസ്തുവിലേക്ക് നോക്കി ആ വയലിൽ ഒളിഞ്ഞിരിക്കുന്ന വലിയ നിധി കണ്ടെത്തുകയാണ്. നമുക്ക് ഈ ലോകം മുഴുവൻ നേടുന്ന ഒരു സാഹചര്യത്തിൽ, സമൂഹം മുഴുവൻ അംഗീകരിക്കുന്ന ഒരവസരത്തിൽ നമ്മുടെ സിദ്ധികളും കഴിവുകളും ഒക്കെ ആഘോഷിച്ച് ആ ആഘോഷങ്ങളുടെ ആനന്ദത്തിലായിരിക്കുന്ന, നമ്മുടെ വിജയത്തിൻ്റെ ആഹ്ലാദത്തിലായിരിക്കുന്ന ഒരവസ്ഥയിലാണെങ്കിൽ നമുക്ക് ദൈവത്തിൻ്റെ സ്വരം നിശബ്ദതയിലൊന്ന് ശ്രവിച്ചു നോക്കാം. എൻ്റെ ആത്മാവ് എവിടെയാണ്? എൻ്റെ ആത്മാവിൻ്റെ അവസ്ഥ എന്താണ്? ഞാൻ എവിടെയാണ് എൻ്റെ നിക്ഷേപം കണ്ടെത്തിയിരിക്കുന്നത്? കർത്താവിൽ നിക്ഷേപം കണ്ടെത്തുന്നവൻ ഭാഗ്യവാൻ. നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.